Praise the Lord. हालेलुया। കരങ്ങൾ ഉയർത്തി എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. अपने हाथों को उठा के परमेश्वर को धन्यवाद दीजिए। ശക്തിയോടെ ഒരു പ്രാവശ്യം ऊंची आवाज में परमेश्वर को धन्यवाद दीजिए। ഹല്ലേലൂയ. Hallelujah. Praise the Lord. ഒരു വേദഭാഗം പ്രാരംഭമായി വായിക്കാം. वचन में से एक भाग को पढ़ना चाहूंगा। അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 31-ാം വാക്യം വായിക്കാം. प्रेरितों का कार्य 9वां अध्याय और उसका 39वां पद। तब पतरस उठकर उनके साथ हो लिया और जब वह वहां पहुंचा तो वे उस अटारी पर ले गए। सब विधवाएं रोती हुई उसके पास आ खड़ी हुई और जो कुर्ते और कपड़े दोरकास ने उनके साथ रहते बनाए थे। 9:39 and 31 Acts chapter 9 verse 31. ओके 9:31 सॉरी। इस प्रकार सारे यहूदिया और गलील और सामरिया में कलीसिया को चैन मिला और उसकी उन्नति होती गई और वह प्रभु के भय और पवित्र आत्मा की शांति में चलती और बढ़ती गई। Praise the Lord. എന്റെ സ്തുതിയും പാട്ടുമേ എന്റെ സകല പ്രശംസയും യേശുവിൻ ക്രൂശിൽ മാത്രം എന്റെ കൂടാരം പൊളിയുവോളം യേശുവിൻ ക്രൂശിൽ മാത്രം എന്റെ കൂടാരം പൊളിയുവോളം എനിക്കായി ജീവൻ തന്ന യേശുവിലാണ് എനിക്കെല്ലാം എനിക്കായി ജീവൻ തന്ന യേശുവിലാണ് എനിക്കെല്ലാം അവൻ എന്നെ നടത്തിയിടുന്നു തിരുഹിതം പോലെയെന്നും അവൻ എന്നെ നടത്തിയിടുന്നു തിരുഹിതം പോലെയെന്നും എൻ്റെ സ്തുതിയും പാട്ടുമേ എൻ്റെ സകല പ്രശംസയും യേശുവിൻ ക്രൂശിൽ മാത്രം എൻ്റെ കൂടാരം പൊളിയുവോളം യേശുവിൻ ക്രൂശിൽ മാത്രം എൻ്റെ കൂടാരം പൊളിയുവോളം. നമുക്ക് പ്രാർത്ഥിക്കാം. आइए हम प्रार्थना करें। പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായി നന്ദിയോട് സ്തോത്രം. पिता इस आशीष समय के लिए हम आपको धन्यवाद देते हैं। ഈ കർത്തൃദിവസത്തിൽ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതുകൊണ്ട് സ്തോത്രം. आपकी आराधना करने के लिए आपने अवसर दिया, उसके लिए धन्यवाद। അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. आपकी उपस्थिति के लिए हम आपको धन्यवाद। നല്ല വചനങ്ങളും നല്ല സങ്കീർത്തനവും നല്ല സാക്ഷ്യങ്ങളും നൽകിയതുകൊണ്ട് സ്തോത്രം. आपने वचन दिया, गवाहियां दी, उसके लिए धन्यवाद। തുടർന്ന് ഞങ്ങളുടെ പാദമെടുത്ത് ഞങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവമേ ഞങ്ങളോട് സംസാരിക്കണം. हम आपकी उपस्थिति में आप हमसे बातचीत कीजिए। വചനത്തിനായി സ്തോത്രം. वचन के लिए धन्यवाद। അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകണമേ. आशीष करके हमें दीजिए। പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. प्रार्थना सुनाओ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. यीशु के नाम में मांगते हैं। ഹല്ലേലൂയ. हालेलुया। ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम को महिमा मिलने पाए। ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. आज इस आराधना में आप सभी के साथ में जुड़ने में मैं बहुत आनंदित हूँ। അനേക വർഷങ്ങൾക്ക് ശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ.ഒ. വർഗീസിനോടും കുടുംബത്തോടും സന്തോഷിനോടും കുടുംബത്തോടും ഒക്കെ ഒരുമിച്ച് നിങ്ങളോടെല്ലാവരോടും ചേർന്ന് ഇങ്ങനെ ദൈവം ഒരവസരം ആരാധിപ്പാൻ നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. कई सालों के बाद में प्रभु के दास उनके परिवार के साथ में आप लोगों के साथ में मिलकर आराधना करने का अवसर परमेश्वर ने दिया, उसके लिए मैं उसको धन्यवाद देता हूँ। ഈ ദുംഗർപൂർ ഡിസ്ട്രിക്റ്റിലും ഈ ദേശത്തും അങ്ങയുടെ ദാസന്മാരിൽ കൂടെ ദൈവം ചെയ്ത പ്രവൃത്തികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. और इन जिलों में, इन क्षेत्रों में प्रभु के दासों के द्वारा प्रभु ने जो कार्य किए उनको याद करके मैं परमेश्वर को धन्यवाद देता हूँ। തീർച്ചയായിട്ടും ദൈവത്തിന്റെ വലിയ പദ്ധതികൾ, പ്ലാനുകൾ ഈ നാളുകളിൽ ദൈവം വെളിപ്പെടുത്തും. और परमेश्वर अपनी योजनाओं को इन दिनों के अंदर प्रभु प्रकट करेगा। കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കും ഈ പരിസരത്ത് ഉദയപൂരിൽ വന്ന് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ അവസരം കിട്ടി. और कुछ सालों पहले हम उदयपुर में रहते थे, बाइबल कॉलेज में अध्ययन किया, पढ़ाया करते थे। ഒരു പാസ്റ്ററുടെ മകനായി ജനിച്ചു വളരുവാൻ കർത്താവ് ഭാഗ്യം തന്നു. और मेरे पिताजी एक पास्टर थे, इसलिए बचपन से उस रीति से मैं पला बढ़ा। ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ സമർപ്പിച്ച് ബൈബിൾ കോളേജിൽ കടന്നുപോയി. और कम उम्र में ही
अपना जीवन सेवा के लिए सौंपा और बाइबल कॉलेज में अध्ययन के लिए मैं गया പഠനശേഷം പല സ്ഥലങ്ങളിലായി ദൈവവചനം പഠിപ്പിക്കുവാൻ കർത്താവ് അവസരം और നൽകി. पढ़ाई पूरी करने के बाद में कई जगहों में जाकर वचन सिखाने के लिए प्रभु ने अनुग्रह दिया വിവാഹശേഷം ഞങ്ങൾ കുടുംബമായിട്ട് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ ഉദയപൂരിലേക്കാണ് കടന്നു और വന്നത്. हमारी शादी के बाद में हम परिवार से उदयपुर में बाइबल कॉलेज में आए थे എന്നാൽ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വയലിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ അയച്ചു. और जब मैं वहाँ वचन सिखा रहा था प्रभु ने मुझे प्रेरित किया कि नहीं सेवा क्षेत्रों में जाना है और सेवा करना है ഹരിയാന സ്റ്റേറ്റ് മുഴുവനും ഞങ്ങൾ വിദ്യാർത്ഥികളുമായി സഞ്ചരിച്ചിട്ട് ഒരു സ്ഥലത്ത് ഒരു സഭ സ്ഥാപിക്കാനിടയായി. और हरियाणा में कई जगहों में जाकर घूमकर सेवा करने के लिए और वहां पर एक जगह में कलीसिया स्थापित करने के लिए प्रभु ने हमारी सहायता की ആ ദേശത്ത് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. और प्रभु उन कार्यों को आगे बढ़ा रहा എന്നാൽ है ചില നാളുകളായി കേരളത്തിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. लेकिन परिस्थितियों के कारण उसके बाद हम पुनः केरल चले गए അവിടെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ വിട്ടിട്ട് പിന്നെയും വടക്കേ ഇന്ത്യയിലേക്ക് കടന്നു വരുവാൻ ദൈവാത്മാവ് और പ്രേരിപ്പിച്ചു. कई जिम्मेदारियां थी लेकिन उन सारी जिम्मेदारियों को छोड़कर वापस हम उत्तर भारत में परिवार से आए हैं ഞങ്ങൾ ഇന്ന് കുടുംബമായിട്ട് ഇവിടെ കടന്നു വരുവാൻ കർത്താവ് और സഹായിച്ചു. परिवार से यहाँ आने के लिए परमेश्वर ने हमारी सहायता की ഞങ്ങൾക്ക് 2 പെൺമക്കളുണ്ട്. ഒരാളുടെ വിവാഹം കഴിഞ്ഞു, ഒരു കർത്താവിന് വേലയിലായിരിക്കുന്നു. और हमारी 2 बेटियां हैं बड़ी बेटी का विवाह हो चुका है वो प्रभु की सेवकाई में है परिवार सहित ഇളയ മകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിപ്പാൻ പ്രാരംഭമായി ഓർപ്പിക്കുന്നു. और छोटी बेटी की पढ़ाई वो कर रही है हमारे लिए आप प्रार्थना कीजिएगा നമ്മുടെ ഭാരതത്തിൽ ദൈവം വലിയ ആത്മീയ ഉണർവയക്കുവാൻ പോകുകയാണ്. हमारे देश के अंदर परमेश्वर एक आत्मिक चलन को भेजना चाहता നമ്മൾ है വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. और जो पदभाग हमने पढ़ा उस पदभाग में हम आएंगे അങ്ങനെ യഹൂദ്യ ഗലീല ശമരിയ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. प्रेरितों के कार्य 9वां अध्याय उसका 31वां पद इस प्रकार सारे यहूदिया और गलील और सामरिया में कलीसिया को चैन मिला അത് ആത്മീയ വർധന പ്രാപിച്ച് और उसकी उन्नति होती गई കർത്താവിനോടുള്ള ഭക്തിയിലായിരുന്ന് और वह प्रभु के भय പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിൽ നടന്ന് പെരുകിക്കൊണ്ടിരുന്നു. और पवित्र आत्मा की शांति में चलती और बढ़ती गई സഭ പെരുകിക്കൊണ്ടിരുന്നു. कलीसिया बढ़ती गई ഈ സഭ പെരുകണം, മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ട്. और जितने लोग चाहते हैं कि कलीसिया बढ़े अपने हाथों को उठा के परमेश्वर को धन्यवाद दीजिए Praise the प्रभु हमें Lord. बढ़ाना चाहता है എവിടെ ദൈവത്തിന്റെ സഭ വളരുമോ, ദൈവത്തിന്റെ സഭ എഴുന്നേൽക്കുമോ, അവിടെ സാത്താൻ താഴെ വീഴും. प्रियो जहां पर कलीसिया एक मन होकर उठ खड़ी होगी कलीसिया अभिवृद्धि को पाएगी वहां पर शैतान का कार्य झुक जाएगा എന്നാൽ സഭ എവിടെ വീണ് കിടക്കുമോ അവിടെ സാത്താൻ എഴുന്നേൽക്കും. लेकिन जहां पर कलीसिया पराजय की स्थिति में है वहां पर शैतान हावी हो जाता है ഒരു ദേശത്തിന്റെ വിടുതലിന് അനുഗ്രഹത്തിന് ദൈവത്തിന്റെ സഭ അവിടെ എഴുന്നേൽക്കണം. एक देश के छुटकारे के लिए महत्वपूर्ण है कि कलीसिया जागृत हो जाए और एकजुट हो जाए സഭ പെരുകിക്കൊണ്ടിരുന്നു, कलीसिया बढ़ती रही മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. और वो आगे बढ़ती गई പ്രൈസ് ദി ലോർഡ്. हालेलुया അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. और प्रेरितों के कार्य की पुस्तक को में हम इस प्रकार से पाते हैं സഭയിൽ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് വായിക്കും. और वहां लिखा है कि प्रतिदिन लोग उद्धार पाते थे और वो कलीसिया में जुड़ते रहते थे അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആഡിങ് എന്നാണ്, അഥവാ ചേർത്തുകൊണ്ടിരുന്നു. और वहां पे जुड़ना इस प्रकार से शब्द का इस्तेमाल किया गया है ആ പ്രാരംഭ അധ്യായത്തിൽ ആഡിങ് അഥവാ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി ചേർത്തുകൊണ്ടിരുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ और आरंभिक अध्यायों में हम देखते हैं कि लोग जुड़ रहे थे ऐड इस प्रकार का शब्द आया है എന്നാൽ 9ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ചർച്ച് വാസ് മൾട്ടിപ്ലൈയിങ്. लेकिन 9वें अध्याय में जब हम आते हैं वहां लिखा है कि कलीसिया मल्टीप्लाई कर रही थी अर्थात गुणात्मक रीति से ज्यादा संख्या में वो बढ़ने लगी നമുക്കറിയാം മാത്തമാറ്റിക്കൽ ടേംസ് ആണ് ആഡിങ് ആൻഡ് മൾട്ടിപ്ലൈയിങ്. और गणित में एडिशन और मल्टीप्लिकेशन 2 पद होते हैं ആഡിങ്ങിനകത്ത് അഥവാ 5 + 5 = 10 എന്നുള്ളപ്പോൾ മൾട്ടിപ്ലൈ നമുക്ക് പെരുകുക എന്ന് പറഞ്ഞ് പെരുക്കുക എന്ന് പറഞ്ഞാൽ 5 × 5 = 25. और जब हम जोड़ते हैं तो 5 और 5 को जोड़ने में 10 आता है लेकिन जब हम गुणा करते हैं तो 5 और 5 को गुणा करते हैं तो वो 25 हो जाता है तो जोड़ने के स्थान पे गुणात्मक वृद्धि को परमेश्वर देना चाहता है എങ്ങനെയാണ് ദൈവത്തിന്റെ സഭ പെരുകിക്കൊണ്ടിരുന്നത്? और किस रीति से प्रभु की कलीसिया बढ़ती चली गई ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ദൈവത്തിന്റെ സഭ പെരുകേണ്ടത് വളരെ അത്യാവശ്യം. प्रियो भारत जैसे जगह के अंदर परमेश्वर की कलीसिया बढ़ना अनिवार्य है 140 കോടി ജനമുള്ളതായ രാജ്യത്താണ് നമ്മൾ പാർക്കുന്നത്. 140 करोड़ की आबादी वाले देश के अंदर में और आप रहते हैं ഒരുപക്ഷെ 4-5% ക്രിസ്ത്യാനികൾ ചിലപ്പോൾ കണ്ടേക്കാം. और बहुत कम संख्या में 4-5% मसीही लोग पाए जाते होंगे എന്നാൽ വിശ്വാസികൾ എത്ര ശതമാനം കാണും? लेकिन उसमें कितने लोग विश्वासी हैं
ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെയുള്ള രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. और जनसंख्या का घनत्व काफी है हमारे देश में, മുഴുലോകത്തെക്കാളും വിലയേറിയ ആത്മാക്കൾ ധാരാളമുള്ള ഒരു രാജ്യത്ത് और एक ऐसे जगह में जहां पर इतने सारे लोग हैं जो प्रभु को जानना बाकी है। നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. प्रियो, एक बहुत बड़ी जिम्मेदारी मेरे और आपके पास में है, ദൈവമക്കളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. और प्रियो इन दिनों में जागृत होना है, प्रार्थना में लगना है। ദൈവദാസന്മാർ മാത്രമല്ല, സഭ മുഴുവനായി സകല ദൈവമക്കൾക്കും വലിയൊരു और ദൗത്യമുണ്ട്. प्रियो, केवल सेवकों की ही बात नहीं, हर विश्वासी इन दिनों में प्रार्थना में उठ खड़ा होना है। നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം യേശുവിന്റെ സാക്ഷ്യം വഹിപ്പാൻ നാം और വിളിക്കപ്പെട്ടവരാണ്. हम जहां जहां जाते वहां पर यीशु की गवाह बनने के लिए हम बुलाए गए हैं, അങ്ങനെ കർത്താവിന്റെ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തിന്റെ സഭ വളരുവാനിടയായി തീരും. और ऐसे गवाही देते देते प्रभु का कार्य बढ़ता है। ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ചുരുക്കം മിനിറ്റുകൾ കൊണ്ട് എങ്ങനെയാണ് ദൈവത്തിന്റെ സഭ പെരുകുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ और मैं ആഗ്രഹിക്കുന്നു. आपको सिखाना चाहूंगा कैसे कलीसिया संख्या में बढ़ती है, ആദിമ സഭയിൽ നിന്ന് നമുക്ക് അതിന്റെ പാഠം പഠിക്കുവാൻ കഴിയുന്നുണ്ട്. और आरंभिक कलीसिया के इतिहास से हम कुछ बातों को सीख सकते हैं। ഒന്നാമത് അവിടെ കാണാൻ കഴിയുന്നത് സഭ പെരുകുന്നതിന് കാരണം അത് ആത്മീയ വർധന പ്രാപിച്ചു. और पहली बात जो हम वहां देखते हैं, कलीसिया आत्मिक रीति से उन्नति पाती गई। രണ്ടാമത് കർത്താവിനോടുള്ള ഭക്തിയിൽ അല്ലെങ്കിൽ ആരാധനയിലായിരുന്നു. और दूसरा, आराधना में, परमेश्वर के भय में वो बढ़ती चली गई। മൂന്നാമത് അത് പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലായിരുന്നു. और तीसरा, पवित्र आत्मा की शांति को उन्होंने पाया। എവിടെ ദൈവത്തിന്റെ സഭ വളർന്നാലും ഉടനെ സാത്താൻ പ്രവർത്തിക്കും. और जहां भी कार्य होता है वहां पर शैतान भी अपना कार्य करता है। എവിടെ ഒരു കുടുംബം പുരോഗതി പ്രാപിച്ചാലും ഒരു വ്യക്തി പുരോഗതി പ്രാപിച്ചാൽ സാത്താൻ പ്രവർത്തിക്കും. അതുപോലെ സഭ പുരോഗതി പ്രാപിക്കുമ്പോൾ സാത്താൻ പ്രവർത്തിക്കും. और एक परिवार अगर प्रभु में बढ़ना चाहता है या कलीसिया बढ़ना चाहती है, शैतान उन्हें पीछा करने का प्रयास करता है। ആദിമ സഭ വളർന്നുകൊണ്ടിരുന്നു, സാത്താൻ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. और आरंभिक कलीसिया बढ़ने लगी, शैतान ने भी अपना कार्य करना आरंभ किया। ഒന്നാമത് സാത്താൻ കൊണ്ടുവന്നത് പെർസിക്യൂഷൻ ആണ്, സഭയിൽ പീഡ കൊണ്ടുവന്നു. और हम देखते हैं कलीसिया में सताव का दौर आया। പീഡ എപ്പോ സഭയിൽ വന്നാലും സഭ വളരുവാനിടയായി തീരും. और वचन में हम देखते हैं जहां जहां सताव आया, विरोध आया, वहां पर प्रभु के लोग बढ़ गए। കാരണം രക്തസാക്ഷിയുടെ രക്തം സഭയുടെ വിത്താണ്. क्योंकि हम इस प्रकार से समझ सकते हैं कि एक व्यक्ति जो प्रभु के नाम के लिए अगर उससे मरना भी पड़ जाए तो उसका जो हम कह सकते हैं कि उसका लहू कलीसिया की उन्नति के लिए वो बीज के रूप में कार्य करता है। ആ സാത്താൻ പീഡകൾ കൊണ്ടുവന്ന് സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സഭ വളരുന്നതായിട്ട് സാത്താൻ മനസ്സിലാക്കി. और शैतान कलीसिया में सताव को लेकर आया, लेकिन कलीसिया रुकी नहीं, प्रभु में और अधिक बढ़ने लग गई। അതിൽ പരാജയപ്പെട്ടപ്പോൾ സാത്താൻ മറ്റൊരായുധം കൊണ്ടുവന്നു. और जब वो लगा शैतान को कि अब नहीं हो सकता, दूसरा कुछ उसने प्रयास അത് किया, സഭയിൽ കറപ്ഷൻ കൊണ്ടുവരാനിടയായി. और कलीसिया के अंदर वो भ्रष्टाचार लाया। എന്താണെന്ന് അറിയാമോ? എല്ലാവരും അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അവരുടെ വസ്തുവകൾ വിറ്റ് കൊണ്ടുവന്നപ്പോൾ ആക്റ്റീവായിരുന്ന ഒരു സഭാ കുടുംബം അവര് അപ്പോസ്തലന്മാരെ കൊണ്ടുവന്നിട്ട് കള്ളം പറഞ്ഞു. और हम देखते हैं कि प्रेरितों के कार्य के अंदर जब कलीसिया बढ़ने लगी, लोग अपनी संपत्ति बेच करके धन लाकर प्रेरितों के हाथ में देने लगे। ऐसे समयों में एक परिवार, उन्होंने भी अपनी कुछ संपत्ति को बेचा, അവരുടെ ഹൃദയത്തിൽ കപടം വന്നു. लेकिन उनके मन में कपट आ गया। അങ്ങനെ സഭയെ നശിപ്പിക്കാൻ സാത്താൻ പരിശ്രമിച്ചു. शैतान ने वहां पर प्रयास किया कलीसिया को नुकसान पहुंचाने के എന്നാൽ लिए। ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലന്മാരിലും സഭയിൽ ഉണ്ടായിരുന്നുകൊണ്ട് സഭ അതിനെ അതിജീവിക്കുവാനിടയായി. लेकिन प्रभु की आत्मा प्रेरितों के अंदर होने के कारण उस घटना से बाहर निकले। മൂന്നാമത് കൊണ്ടുവന്ന ഒരു ആയുധം എന്താണെന്ന് അറിയാമോ? और तीसरा हथियार जो वो लेकर आए, ഞാൻ അതിനെ വിളിക്കുന്നത് ഡിസ്ട്രാക്ഷൻ അഥവാ ശ്രദ്ധ തിരിക്കൽ. और वह है कि उनके ध्यान को बंटवा दिया गया, दूसरी अपोस- बातों में उलझा दिया। അപ്പോസ്തലന്മാരും ദൈവത്തിന്റെ സഭ ഒന്നടങ്കം അവര് അതെ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. और प्रेरित लोग प्रार्थना में और वचन को सिखाने के अंदर पूरी रीति से लगे हुए थे, അതുകൊണ്ടാണ് സഭ വളർന്നുകൊണ്ടിരുന്നത്. और कलीसिया उन्नति पा रही थी। പ്രൈസ് ദി ലോർഡ്. हालेलुया। അപ്പൊ ഈ അപ്പോസ്തലന്മാരുടെ ശ്രദ്ധ തിരിക്കാൻ സാത്താൻ ഒരു ആയുധം കൊണ്ടുവന്നു. और प्रेरितों के ध्यान को भटकाने के लिए शैतान ने दूसरा तरीका ഒരു अपनाया। കൂട്ടം യവനായ വിധവമാർ അപ്പോസ്തലന്മാരുടെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. और वहां पर कुछ यूनानी महिलाएं थी, विधवाएं थी, उन्होंने आकर प्रेरितों से कहा, भोजन के मेज पर जब भोजन परोसा जाता है, हमारे साथ में पक्षपात हो रहा है। സാത്താൻ ഒരു ഉദ്ദേശം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ പ്രാർത്ഥന നിർത്തിയിട്ട് ഈ സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ സഭയുടെ വളർച്ച മുരടിക്കുമെന്ന്. और प्रेरित लोग, शैतान की योजना थी कि ये प्रेरित लोग प्रार्थना बंद करके सामाजिक कार्यों के अंदर लग जाए ताकि इनका ध्यान बढ़ जाए।
പക്ഷേ സാത്താൻ പരാജയപ്പെട്ടവിടെ. लेकिन वहां भी शैतान पराजित हुआ। അപ്പോസ്തലന്മാരിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. प्रेरितों में पवित्र आत्मा था। അവർ പറഞ്ഞു, ഞങ്ങൾ വചന ശുശ്രൂഷയും പ്രാർത്ഥനയും ഉപേക്ഷിക്കുന്നത് വിഹിതമല്ല. उन्होंने कहा कि प्रार्थना और वचन की सेवा छोड़ना हमारे लिए उचित नहीं है। അതുകൊണ്ട് ആത്മാവും ജ്ഞാനവുമുള്ള 7 പേരെ നമുക്ക് അതിന് और തിരഞ്ഞെടുക്കാം. इसीलिए हम करते हैं, आत्मा से भरे हुए 7 सुनाम लोगों को चुन लिया जाए। അതിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരുവനായിരുന്നു സ്തെഫാനോസ്. और उस चुनाव में व्यक्तियों में से एक था स्तिफनुस। അവനെ ഒന്നാമത്തെ സഭയുടെ രക്തസാക്ഷിയായി और മാറി. हम देखते हैं कि स्तिफनुस को पत्थरवाह करके मार डाला गया। അവനെ തെരഞ്ഞെടുത്തത് മേശമേൽ ശുശ്രൂഷിക്കാനാണ്. और उसकी सेवा क्या थी? मेज पर भोजन परोसने का ഇവിടെ काम നമ്മൾ था। സഭയുടെ കമ്മിറ്റിയൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. और यहाँ पर चर्च की इस कमेटी के बारे में हम देख पाते हैं। അതിന്റെ ക്വാളിഫിക്കേഷൻ പരിശുദ്ധാത്മ നിറവായിരുന്നു. और उसकी योग्यता थी वह व्यक्ति जो पवित्र आत्मा से भरा हुआ है। മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്ത സ്തെഫാനോസ് ഒന്നാമത്തെ സഭയുടെ और രക്തസാക്ഷി. मेज पर भोजन परोसने के लिए चुना गया स्तिफनुस पहला व्यक्ति बना जिसने अपने आप को कुर्बान कर दिया। ദൈവത്തിന്റെ ആത്മാവ് സഭയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സാത്താന്റെ തന്ത്രം പരാജയപ്പെട്ടിട്ട് സഭ മേൽക്കുമേൽ लेकिन വർദ്ധിക്കുകയായി. पवित्र आत्मा कलीसिया में होने के कारण, प्रेरितों के अंदर होने के कारण शैतान की कार्य योजना वहां पे पराजित हो गई। कलीसिया उन्नति पाती चली गई। ഇന്നും ദൈവത്തിന്റെ സഭയ്ക്കെതിരെ സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. आज भी कलीसिया के खिलाफ शैतान कार्य करता है। നമ്മൾ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്നാൽ സഭയുടെ സാത്താന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ നമുക്കിടയായി. और प्रियो, यदि मैं और आप प्रार्थना में और वचन में यदि हम लोलीन रहेंगे, कलीसिया उन्नति को पाएगी। നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ സഭ അനുഗ്രഹിക്കപ്പെടണം. यदि हम आशीषित होना है तो कलीसिया आशीष को पाना है। നമ്മൾ അതുകൊണ്ട് ദൈവത്തിന്റെ സഭയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. और कलीसिया को हमें प्राथमिक स्थान देना है। പ്രൈസ് ദി ലോർഡ്. हालेलुया। സഭ പെരുകുവാനുള്ള കാരണം ഒന്നാമത് അത് ആത്മീക വർധന പ്രാപിച്ചു. और कलीसिया क्यों बढ़ी? क्योंकि उन्होंने आत्मिक उन्नति को पाया। എങ്ങനെയാണ് ആത്മീക വർധന പ്രാപിക്കുന്നത്? और कैसे आत्मिक उन्नति होती है? അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. और प्रेरित पौलुस कुलुस्सियों की पत्री में इस प्रकार से लिखता है। അതിന്റെ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. और कुलुस्सियों की पत्री 2 अध्याय और उसका 4 और 7। Colossians chapter 2 verse 6 and 7. और कुलुस्सियों की पत्री 2 अध्याय 6 और 7वां पद। Praise the Lord. अतः जैसे तुमने मसीह यीशु को प्रभु करके ग्रहण कर लिया है, हाँ। वैसे ही उसी में चलते रहो। हाँ। और उसी में जड़ पकड़ते और बढ़ते जाओ। हाँ। और जैसे तुम सिखाए गए वैसे ही विश्वास में दृढ़ होते जाओ और अधिकाधिक धन्यवाद करते रहो। അവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. और पौलुस कहता है, जैसे तुमने मसीह यीशु को प्रभु करके ग्रहण कर लिया है, वैसे ही उसी में चलते रहो। അവനിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിക്കണം. उसी में जड़ पकड़ते और बढ़ते जाओ। നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ വർദ്ധിച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കണം. और जैसे तुम सिखाए गए वैसे ही विश्वास में दृढ़ होते जाओ और अधिकाधिक धन्यवाद करते रहो। എല്ലാവരും സ്തോത്രത്തിൽ കവിഞ്ഞുകൊണ്ടിരിക്കണം. अधिकाधिक धन्यवाद करते रहो। Praise the Lord. വിശ്വാസത്തിൽ വർദ്ധിച്ചു വരണം. विश्वास में दृढ़ होते जाओ। ആത്മീയമായ വർധനയ്ക്ക് വേണ്ടി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവന്റെ വചനത്തിൽ വേരൂന്നണം. आत्मिक रीति से उन्नति पाने का एक तरीका है, हमें वचन में हमारी जड़ें मजबूत होनी चाहिए। വചനത്തിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വേരൂന്നുക എന്നാണ്. और वचन में जड़ पकड़ने का मतलब परमेश्वर के साथ के उस रिश्ते में गहराई में हमें बढ़ना है। കാരണം വചനം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. क्योंकि आदि में वचन था और वचन परमेश्वर के साथ था और वचन ही परमेश्वर था। ആ വചനം കാലത്തിന് സമ്പൂർണ്ണ ജഡമെടുത്തതാണ് യേശു ക്രിസ്തു. और समय की परिपूर्णता में वो वचन यीशु मसीह के रूप में देह धारण നമുക്ക് किया। ലഭിച്ചിരിക്കുന്ന ദൈവവചനങ്ങളെ ദിനം പ്രതി ധ്യാനിക്കുന്നത് നമ്മുടെ ആത്മീയ വർധനയ്ക്ക് और അത്യാവശ്യമാണ്. प्रियो, मैं और आप जब वचन पर प्रतिदिन मनन करते हैं, हमारी आत्मिक उन्नति അത് होती है। ജീവനും ചൈതന്യവും തരുന്നതാണ്. और वहां पे जीवन और चैन आता है। അത് നമ്മുടെ ചിന്താധാരകളിൽ നിറയ്ക്കണം. और वो हमारी सोच को बदल देता है। അപ്പോൾ നമുക്ക് ആത്മീയ വർധന ഉണ്ടാകും. एक आत्मिक उन्नति को हम पाते हैं। ക്രിയേറ്റീവ് പവർ നമ്മുടെ നാവിന്മേൽ ഉണ്ടാകും. और हमारी जुबान में सृजने की ताकत आ जाती है। നീ വചനം ധ്യാനിച്ചാൽ നിന്റെ വായിൽ നിന്ന് വചനത്തിന്റെ ചുവയുള്ള വാക്കുകൾ प्रियो, यदि हम वचन पर मनन करेंगे, हमारे मुख से जीवन का वचन निकलने लगेगा। എന്നാൽ പൗലോസ് അവിടെ പറയുന്ന ഒരു പ്രത്യേക കാര്യം, पौलुस यहाँ पर एक बात कहता है, നിങ്ങൾ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. जैसे तुमने मसीह यीशु को प्रभु करके ग्रहण कर लिया है, वैसे ही उसी में
चलते रहो। പലപ്പോഴും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് നല്ല ആത്മീയ ബന്ധമാണ് ദൈവവുമായിട്ടുള്ളത്. और अक्सर क्या होता है जब हम पहली बार यीशु मसीह को स्वीकार करते हैं, बहुत प्रेम होता है, बहुत एक करीबी रिश्ता उस समय होता है। കുറച്ച് കഴിയുമ്പം ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നതായിട്ട് മാത്രം അങ്ങ് ഒതുങ്ങാറുണ്ട്. लेकिन धीरे धीरे क्या होता है, केवल रविवार की 2 घंटे की आराधना तक ही हमारा मसीह जीवन सीमित हो जाता है। ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആത്മീയ ജീവിതം ഞായറാഴ്ച ഇവിടെ സഭായോഗത്തിന് വരുന്നത് മാത്രമാണോ? और मैं आपसे पूछना चाहूंगा, कहीं ऐसा तो नहीं कि केवल रविवार को 2 घंटे हमें याद आता है कि हमें प्रार्थना करना है, हम मसीह में हैं। പൗലോസ് പറയുകയാണ്, ക്രിസ്തുയേശുവിനെ നിങ്ങൾ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. पौलुस कहता है कि जैसे तुमने मसीह यीशु को प्रभु करके ग्रहण कर लिया है, वैसे ही उसी में चलते रहो। ഇത്രയും ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഈ ദുംഗർപൂർ പട്ടണത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എപ്പോഴും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കണം. और प्रियो, मैं आपसे कहना चाहूंगा, मेरे और आपके जीवन में परमेश्वर के साथ में करीबी रिश्ता होना चाहिए, प्रार्थना का जीवन हमारा होना चाहिए। അതുകൊണ്ടാണ് ഓരോ ദൈവമക്കളെയും ദൈവത്തിന്റെ മന്ദിരമാക്കി തീർത്തിരിക്കുന്നത്. और परमेश्वर ने मुझ में, हम में से हर एक व्यक्ति को अपना निवास स्थान बनाया है। കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 3:16 ഇങ്ങനെ പറയുന്നു, पहला कुरिन्थियों 3:16 में हम इस प्रकार से देखते हैं, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. क्या तुम नहीं जानते कि तुम परमेश्वर का मंदिर है और परमेश्वर की आत्मा तुम में निवास करता है। നോക്കുക, നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. प्रियो, मैं और आप परमेश्वर का भवन है। എന്നാൽ മന്ദിരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? और भवन या मंदिर का अर्थ क्या है? ദൈവത്തിന്റെ ആലയം എന്നാണല്ലോ അർത്ഥം. परमेश्वर का निवास स्थान है। मैं और आप ദൈവം വസിക്കുന്ന സ്ഥലം, परमेश्वर निवास करने वाला जगह। പ്രൈസ് ദി ലോർഡ്. हालेलुया। നമ്മുടെ രാജ്യത്ത് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്ഷേത്രം, ഒരു ഹിന്ദു ക്ഷേത്രത്തെയൊക്കെയാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. और अक्सर मंदिर एक जो तस्वीर हमारे दिल में आती है, पूजा का स्थान, ऐसा हमें लगता है। എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ക്രിസ്തീയ സഭകൾക്ക് ടെമ്പിൾ എന്ന് പേര് പണ്ടേ ഉണ്ട്. लेकिन बाहर जब टेम्पल जो अंग्रेजी शब्द है, उससे एक ऐसा स्थान जहां पर प्रार्थना होती है, इस प्रकार की एक तस्वीर बाहरी राज्यों में है। എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന സഭയുടെ പേര് കാൽവറി ടെമ്പിൾ എന്നാണ്. लेकिन भारत में आज सबसे अधिक लोग जहां पर आते हैं, उस कलीसिया का नाम है, हैदराबाद में है कैलवरी टेम्पल, उसका नाम है। അങ്ങനെ സഭകൾക്ക് പേരിടാൻ തുടങ്ങി. और लोग इस रीति से कलीसियाओं का नाम भारत में आने लगा। പ്രൈസ് ദി ലോർഡ്. हालेलुया। എന്ന് പറഞ്ഞാൽ ആലയം എന്നാണ് അർത്ഥം. और उसका अर्थ क्या है? लोग प्रार्थना में एकत्रित होने का स्थान। പക്ഷെ ബൈബിൾ പറയുന്നു നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. लेकिन बाइबल कह रहा है कि हम में से हर एक व्यक्ति परमेश्वर का मंदिर है। ദൈവത്തിന്റെ സാന്നിധ്യം നമ്മിൽ ദൈവം തന്നിരിക്കുകയാണ്. और परमेश्वर ने अपनी उपस्थिति को मेरे और आपके अंदर दिया है। ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മൾ വിലമതിക്കണം. और प्रियो, उस उपस्थिति के महत्व को हमें समझना है। ഇസ്രായേൽ മക്കൾക്ക് ദൈവം തന്റെ സാന്നിധ്യം കൊടുത്തത് എങ്ങനെയാണെന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് പഠിക്കാൻ और കഴിയും. बाइबल में हम सीख सकते हैं कि किस रीति से इस्राएलियों को परमेश्वर ने अपनी महिमा प्रदान की। അവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ കൊടുക്കാനായിട്ട് ദൈവം അവർക്ക് ഒരു ടാബർനാക്കിൾ, ഒരു സമാഗമന കൂടാരം കൊടുത്തു. और परमेश्वर ने पुराने नियम में एक मिलाप वाला तंबू बनाया, जहां पर वो अपनी उपस्थिति को उन लोगों के बीच में प्रकट कर सके। ആ സമാഗമന കൂടാരത്തിൽ 3 സ്ഥാനങ്ങളുണ്ട്. और उस मिलाप वाले तंबू के 3 भाग थे। ഒന്ന് പ്രാകാരം, മറ്റൊന്ന് വിശുദ്ധ സ്ഥലം, മറ്റൊന്ന് അതിവിശുദ്ധ और സ്ഥലം. उसके 3 भाग थे, बाहरी आंगन और उसके बाद में पवित्र स्थान और अति पवित्र स्थान। ऐसे 3 भाग पुराने नियम में हम मिलाप वाले तंबू में देखते ആ हैं। അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ മീതെ തേജോമയനായ ദൈവം ഇറങ്ങി വസിച്ചിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. और हम पाते हैं कि उस अति पवित्र स्थान में करूबों के मध्य में तेजोमय परमेश्वर की उपस्थिति प्रकट होती थी। ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തത് അവരുടെ സമാഗമന കൂടാരത്തിൽ കെരൂബുകളുടെ മീതെയായിരുന്നു. और देखिए, पुराने नियम के अंदर परमेश्वर की उपस्थिति उस मिलाप वाले तंबू के अति पवित्र स्थान में करूबों के मध्य में परमेश्वर ने अपनी उपस्थिति को प्रकट किया। എല്ലാവർക്കും ആ സ്ഥലത്തോട്ട് ചെല്ലാനൊക്കത്തില്ല. हर व्यक्ति उस स्थान तक पहुंच नहीं सकता था। മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ പ്രായച്ചിത്ത യാഗമൃഗത്തിന്റെ രക്തവുമായി, പ്രായച്ചിത്ത രക്തവുമായി വളരെ ഒരുക്കത്തോട് ക്രമീകരണത്തോട് ആ അതിപരിശുദ്ധ സ്ഥലത്ത് കടന്നു. वर्ष में एक बार केवल महायाजक व्यक्ति ही उसके लिए एक पाप बलि को चढ़ाकर ही वो वहां पहुंच सकता था। അഥവാ അവന്റെ ജീവിതത്തിൽ അശുദ്ധിയോ പാപമോ തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അവൻ ഈ ഹോളി ഓഫ് ഹോളീസിൽ മരിച്ചു വീഴും.
अगर उस व्यक्ति के जीवन में कोई कमी होती तो उस अति पवित्र स्थान से जीवित नहीं निकल सकता था। നോക്കുക ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം കൊടുത്തത്. देखिए किस रीति से थी प्रभु की उपस्थिति वहां पर। ഒരാൾ ആണ്ടിലൊരിക്കൽ യാഗമൃഗത്തിന്റെ രക്തവുമായി ഒരുക്കത്തോടെ അവിടെ പോകാൻ സാധിക്കും. साल में एक बार पूरी तैयारी के साथ में महायाजक वहां पहुंच सकता था। അശുദ്ധി ഉണ്ടെങ്കിൽ അവൻ മരിച്ചു വീഴും. अशुद्धि जीवन में हो तो वो वहां पर खत्म हो जाता। അവൻ അവിടെ മരിച്ചു വീണാൽ അവന്റെ ഡെഡ് ബോഡി മറ്റുള്ളവർക്ക് എന്ന് എടുക്കാനൊക്കത്തില്ല. और अगर उसकी मृत्यु हो जाए तो कोई और व्यक्ति आकर उस शरीर को बाहर नहीं निकाल सकता। അതുകൊണ്ട് അവന്റെ ശരീരത്തിന്റെ നടുമുറിയിൽ നിന്നൊരു ചങ്ങല പ്രാകാരം വരെ ഉണ്ട്. और हम वचन में देखते हैं कि एक जंजीर उसके वस्त्रों से बंधी हुई रहती थी। ആ ചങ്ങലയിൽ കൊണ്ട് അവരുടെ ബോഡി വെളിയിൽ കൊണ്ടുവരണം. और उस जंजीर की आवाज जब थम जाती थी तब लोग समझ जाते थे कि ये व्यक्ति मर चुका है और उसके शरीर को बाहर निकाल देते थे। ദൈവ സാന്നിധ്യത്തിലോട്ട് ആർക്കും പോകാനൊക്കത്തില്ല. और उस कारण से प्रभु की उपस्थिति में जाने से लोग डरते थे। എത്ര ഒരുക്കത്തോടും പവിത്രമായിട്ടുമാണ് ദൈവ സാന്നിധ്യത്തിൽ ആരെങ്കിലും പോയത്. और उन दिनों के अंदर बहुत पवित्रता के साथ में एक व्यक्ति वहां पर पहुंच सकता था। എന്നാൽ നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തു കാൽവറിയിൽ പരമയാഗമായി തീർന്ന് നമുക്ക് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് ഉണ്ടാക്കി ഒരു വഴി ഉണ്ടാക്കി തന്നു. लेकिन प्रियो हमारे लिए हमारा महायाजक प्रभु यीशु मसीह स्वयं को हमारे निमित्त उसने क्रूस पर जब चढ़ा दिया और उसके कारण उस अति पवित्र स्थान की ओर एक रास्ता उसने मेरे लिए और आपके लिए खोल അവൻ दिया। പഴയതിനെ ഒന്നാമത്തതിനെ മാറ്റി രണ്ടാമത്തതിനെ സ്ഥാപിച്ചൊരു പുതുവഴി ഉണ്ടാക്കി. और उसने पुरानी बात को हटाकर एक नए मार्ग को वहां पर स्थापित कर दिया। അവന്റെ മരണത്തിങ്കൽ മന്ദിരത്തിലെ തിരശ്ശീല രണ്ടായി ചീന്തിപ്പോയി. കാരണം പഴയത് മാറി പുതിയ വഴി ദൈവം വെട്ടി. और यीशु मसीह की क्रूस की मृत्यु के समय में यहूदियों का जो देवालय था उसका पर्दा ऊपर से नीचे की ओर वो फट गया, इस बात को प्रकट करते हुए कि पुरानी वाचा समाप्त हुई, पुरानी बातें बीत गई और एक नया रास्ता खुल चुका है। പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന പ്രമാണ പ്രകാരം ഏത് സമയത്തും നമുക്ക് എല്ലാവർക്കും അവന്റെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാൻ ദൈവം നമുക്ക് ഭാഗ്യം. और प्रियो नई वाचा के अंतर्गत नए नियम की शिक्षा के आधार पर हर समय उसके अनुग्रह के सिंहासन के करीब मैं और आप जा सकते हैं। കർത്താവിന്റെ ദാസന്മാർക്ക് മാത്രമല്ല സകല ദൈവമക്കൾക്കും നമ്മെ എല്ലാവരെയും രാജകീയ പുരോഹിത വർഗമാക്കി ദൈവം തീർത്തിരിക്കുകയാണ്. എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയോട് നമുക്ക് അടുത്തില്ല. और प्रियो जो प्रभु ने रास्ता खोला है उसमें केवल याजक लोग ही नहीं लेकिन हर व्यक्ति हर समय उस करीबी में पहुंच सकता है। അവനെ വിളിച്ചപേക്ഷിക്കുന്ന അതേ നിമിഷം തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം നമുക്ക് തരും. और प्रियो जब हम उसको पुकारते हैं उसी समय वो अपनी करीबी को हमें प्रदान करता है। ഇവിടെ ഇപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. यहाँ पर प्रभु की उपस्थिति है। എന്താ കാര്യമെന്നറിയാമോ? उसका कारण क्या है? രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ ഞാൻ അവരുടെ മധ്യേ ഉണ്ട്. जहां पर 2 या 3 लोग मेरे नाम से एकत्रित होते हैं उनके बीच में मैं उतर आता हूं, यह परमेश्वर का वायदा है। ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. और यहाँ पे प्रभु की उपस्थिति है। ദൈവ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളപ്പം നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? प्रियो सामर्थ्य परमेश्वर की उपस्थिति यहाँ पर है, फिर हम कैसे चुप बैठ सकते हैं? രാജാതി രാജാവും കർത്താതി കർത്താവും ഇവിടെ ഉള്ളതുകൊണ്ട് അവന് ചീർ വിളിക്കുന്നവരായി നാം തീരണം. और राजाओं का राजा प्रभुओं का प्रभु हमारे मध्य में है, इसलिए एक जय घोष हमारे बीच में होना Praise the चाहिए। Lord. हालेलुया। ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. अपने हाथों को उठा के परमेश्वर को धन्यवाद दीजिए। ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. प्रभु की उपस्थिति यहाँ पर है। എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ लेकिन जब हम यहाँ से वापस अपने घरों की ओर जाते हैं, ഈ ദുംഗർപൂർ പട്ടണത്തിലേക്ക് जिले के अलग अलग जगहों में जब हम जाते हैं, ഇത്രയും ആലയങ്ങളാണ് പോകുന്നത്. आपको याद रखना है कि आप जब यहाँ से निकल रहे हैं आप स्वयं परमेश्वर का मंदिर है, आप चलती फिरती कलीसिया है। आप जहाँ जाते हैं वहां पर प्रभु की उपस्थिति आपके संग में चलती है। Bible says, don't you know that you are the temple of the living God and the spirit of the Lord is dwelling in you? क्या तुम नहीं जानते कि तुम परमेश्वर का मंदिर है और परमेश्वर की आत्मा तुम में निवास करता है? Brother, sister, you are a temple. प्रिय भाई प्रिय बहन, आप परमेश्वर का भवन है। നിങ്ങളൊരു മന്ദിരമാണ്. आप एक मंदिर है, നിങ്ങളൊരു ആലയമാണ്. आप एक भवन है। What is expected of a temple? एक भवन से एक मंदिर से प्रभु क्या चाहता है? എല്ലായ്പ്പോഴും ആരാധനയുടെ ധൂപം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കണം. और उस भवन से हमेशा आराधना उठना है। ദൈവമക്കളെ, വലിയൊരു ഭാഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. प्रियो कितना बड़ा सौभाग्य प्रभु ने मुझे और आपको दिया है। ദൈവത്തോട് എപ്പോഴും സംസാരിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ട്. हमेशा हम प्रभु से बातचीत कर सकते हैं। ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് നമ്മൾ നടക്കണം. प्रभु से बातचीत करते हुए हमें चलना है। സർവശക്തനായ ദൈവത്തോട് യാതൊരു തടസ്സവുമില്ലാതെ ഏത് നിമിഷം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന്റെ സന്നിധി നമുക്ക് ചെല്ലാം. प्रियो सर्व सामर्थी परमेश्वर के पास में किसी भी समय किसी भी पल यीशु मसीह के नाम के जरिए मैं और आप
जा सकते हैं। Praise the Lord. हालेलुया। ഞങ്ങള് മധ്യപ്രദേശിലെ ഒരു ജില്ലയിൽ പലപ്പോഴും ദൈവവേലയ്ക്കായി പോകാറുണ്ട്. और मध्य प्रदेश में एक जगह में हम अक्सर सेवा के लिए ആ जाते हैं സ്ഥലത്തിന്റെ പേര് ബുന്ദേൽഖണ്ഡ് എന്നാണ്. और बुंदेलखंड का वो क्षेत्र ഒരു है അൺറീച്ച്ഡ് സ്ഥലമാണ്. और बहुत कम मसीह लोग वहां हैं। ആ ദൈവത്തെ അറിഞ്ഞവരൊക്കെ വളരെ കുറവാണ് അവിടെ. बहुत कम प्रभु को जानने वाले लोग हैं वहां। എന്നാൽ ഞാൻ അവിടെ പോകുമ്പോൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അവിടെ ആ പട്ടണത്തിൽ ഇങ്ങനെ നടക്കാറുണ്ട്. और मैं वहां पर उस जगह में जाता हूं, वहां पे चलता फिरता हूं അത് ആ ദേശത്തിലെ അന്ധകാര കോട്ടകൾ ഇടിഞ്ഞു വീഴാൻ ദേശത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. और प्रार्थना करता हूं कि प्रभु यहां पर आपका कार्य प्रकट होना है। നിങ്ങൾക്കൊക്കെ ജെരിക്കോ പട്ടണം ഇടിഞ്ഞു വീഴാൻ ജനം നടന്നതിനെ കുറിച്ചൊക്കെ ബൈബിളിൽ വായിച്ചിട്ടില്ല. और पुराने नियम में हम देखते हैं यरीहो की शहर पनाह वो दीवार थी, लेकिन वो दीवार कैसे गिरी जब प्रभु के लोग प्रार्थना करके उस दीवार के चारों ओर चलने को तैयार हो गए। ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ ആലയങ്ങൾ മന്ദിരങ്ങളായോണ്ട് ദൈവ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നടക്കുന്നവരായോണ്ട് നമ്മൾ ഒരു ദേശത്തൂടെ നടന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ഒരു അത്ഭുതം സംഭവിക്കും. और प्रियो, मैं और आप प्रभु की उपस्थिति को लेकर चलने वाले लोग हैं, इसलिए एक स्थान से जब हम चलते हैं हमारे चलने के द्वारा ही वहां पर अद्भुत कार्य प्रकट होते നമുക്ക് हैं। തന്നിരിക്കുന്ന പ്രാർത്ഥനാ ലാംഗ്വേജ് ഉണ്ടല്ലോ, പ്രെയർ ലാംഗ്വേജ്, അന്യഭാഷ മറുഭാഷ, അത് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പട്ടണത്തിൽ കൂടി ഇങ്ങനെ നടക്കാറുണ്ട്. और प्रियो, परमेश्वर ने प्रार्थना के लिए जो अन्य भाषा का वरदान हमें दिया है वो अन्य भाषा बोलते हुए हमें चलते रहना है। ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പലരും എന്നെ ഇങ്ങനെ നോക്കും. और जब उन क्षेत्रों में जब मैं अकेला प्रार्थना करता हूँ, घूमता हूँ, कई बार लोग मुझे देखते അവർ हैं നോക്കുന്നത് ആരും കൂടില്ല, പക്ഷെ എന്തോ സംസാരിച്ചുകൊണ്ട് और നടക്കും. वे देख रहे हैं यार ये अकेला चल रहा है, क्या बोलता हुआ चल रहा है। എന്താ നമ്മുടെ കേരളത്തിലായാലും ഇവിടെ ആയാലും ഒരാൾ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് നടന്നാൽ നമ്മൾ എന്തോ വിചാരിക്കും? आप भले केरल में हो, यहाँ पर हो, कोई व्यक्ति सड़क पे चल रहा है, वो अपने आप से बातें करता हुआ चल रहा है, तो आप क्या सोचोगे उसके बारे में? അവൻ എന്തെങ്കിലും മാനസിക പ്രയാസമാണെന്ന് വിചാരിക്കും. हर व्यक्ति सोचेगा मानसिक रीति से कुछ गड़बड़ है, इसको अकेला बात कर रहा है। പക്ഷെ അവർക്കറിയാത്ത ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. लेकिन हमारे साथ में एक ऐसा व्यक्ति है जिसके बारे में उनको जानकारी नहीं है। നമ്മുടെ ദൈവത്തിന്റെ പേരെന്താ? हमारे प्रभु का नाम क्या है? ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ. और उसका नाम है इम्मानुएल, अर्थात यहोवा हमारे संग है। നമുക്ക് ഇൻവിസിബിൾ ആയ നമ്മുടെ ദൃശ്യ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കൂടെ മാത്രമല്ല നമ്മുടെ ഉള്ളിലും ദൈവമായിരിക്കുന്നു. प्रिय, उस अदृश्य परमेश्वर की उपस्थिति न केवल हमारे भीतर है लेकिन हमारे संग हमेशा वो बना रहता ലോകം है। മുഴുവനും നിനക്കെതിരായി വന്നാലും നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. सारे लोग आपके विरोध हो जाए लेकिन आपको डरने की जरूरत नहीं है, കാരണം ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ क्योंकि सर्व सामर्थ्य परमेश्वर की उपस्थिति आपके संग है। പ്രൈസ് ദി ലോർഡ്, हालेलुया, പ്രൈസ് ദി ലോർഡ്. हालेलुया। എങ്ങനെ ആത്മീക വർധന പ്രാപിക്കുന്നത്? कैसे आत्मिक अभिवृद्धि को पाया जाता है? അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ അവന്റെ മന്ദിരമാക്കി और उस തീർത്തിരിക്കുന്നത്. कारण से प्रभु ने हमें अपना मंदिर बनाया है। എപ്പോഴും ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും മഹത്വപ്പെടുത്തിയും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാം. अधिकाधिक धन्यवाद देते हुए प्रभु की महिमा देते हुए हमें आगे बढ़ते चले जाना। എപ്പോഴും നമ്മുടെ നാവിന്മേൽ ദൈവത്തിന്റെ സ്തുതി ഉണ്ടായിരിക്കും. हमारे मुख में हमेशा धन्यवाद का शब्द होना है। അവന്റെ കൂട്ടായ്മയിൽ നാം നടക്കുമ്പോൾ നമുക്ക് ആത്മീയ വർധന प्रिय, ഉണ്ടാകും. उसकी संगति में जब हम जीवन यापन करते हैं हमारे जीवन में आत्मिक उन्नति होती है। ദൈവത്തിന്റെ ജനം ഒരുമിച്ച്, ഇവിടെയുള്ള ദൈവമക്കൾ എല്ലാവരും ദൈവത്തിന്റെ മന്ദിരങ്ങളായി ആരാധിച്ചുകൊണ്ട് നടന്നാൽ സർവ്വഭൂമിയിലും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയുവാൻ और ഇടയായിത്തീരും. जितने लोग यहाँ पर हैं, यदि आप प्रार्थना में आराधना में आगे बढ़ते रहोगे, आप जहां जहां जाओगे वहां पर आपके द्वारा परमेश्वर की महिमा प्रकट होगी। ആയിരങ്ങൾ ഈ പട്ടണത്തിൽ അല്ല ഈ ജില്ലയിൽ ദൈവത്തെ അറിയുവാൻ ഇടയാക്കി തീർക്കും. हजारों हजारों में लोग हालेलुया। प्रभु को इंद्रियों में पहचान पा रहे हैं। പ്രൈസ് ദി ലോർഡ്. हालेलुया। ദൈവത്തിന്റെ സഭ പെരുകുവാൻ, ദൈവത്തിന്റെ ജനം ആത്മീക വർധന പ്രാപിക്കും. और प्रभु के लोग आत्मिक उन्नति पाते हैं, कलीसिया बढ़ती चली जाती है। രണ്ടാമത് ആദിമസഭ കർത്താവിനോടുള്ള ഭക്തിയിലായിരുന്നു. और दूसरा हम देखते हैं परमेश्वर के प्रति भय उनके अंदर था। എപ്പോഴും ഇൻ റെവറൻസ് ടു ഗോഡ്, ഓൾവേസ് ഇൻ വർഷിപ്പ് ഓഫ് ഗോഡ്. और हमेशा भय के साथ में प्रभु की आराधना करने वाली एक कलीसिया। നാം വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ എപ്പോഴും ദൈവത്തെ ആരാധിക്കാൻ. प्रिय, हमारी बुलाहट ये कि हमेशा हर परिस्थिति में हम आराधना करते रहे। ദൈവദൂതന്മാർ എപ്പോഴും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. स्वर्गदूत हमेशा परमेश्वर की आराधना करते हैं। ദൈവത്തിന് ആരാധന കുറഞ്ഞു പോയോണ്ടല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കണം. और ऐसा नहीं कि वहां पे आराधकों की कमी है इसलिए हमें आराधना करने के लिए बुलाया നമ്മുടെ गया। ദൈവം ആരാധനയ്ക്ക് യോഗ്യനായ हमारा ദൈവമാണ്. परमेश्वर आराधना के योग्य है, इसीलिए हमें उसकी आराधना करना നമ്മുടെ है। പിതാവായ അബ്രഹാമിനെ നോക്കുക. हमारे पूर्व पिता अब्राहम को देखें। വിശ്വാസികളുടെ പിതാവ് അബ്രഹാം സർവ്വസമയവും ദൈവത്തെ ആരാധിച്ചു. विश्वास का पिता कहलाया जाने वाला अब्राहम सदैव आराधना करने वाला एक व्यक्ति था। മെസൊപ്പൊത്താമിയയിലെ കൽദേയരുടെ പട്ടണമായ ഊരിൽ നിന്ന് ദൈവം വിളിച്ചിറക്കി കഴിഞ്ഞപ്പോൾ സമ്പന്നനായിരുന്ന ധനവാനായിരുന്ന അബ്രഹാം, ദാസീദാസന്മാരുണ്ടായിരുന്ന അബ്രഹാം കെട്ടും ഭാണ്ഡവുമായി വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോൾ ചെന്നയിടത്തെല്ലാം
ആദ്യം ഒരു യാഗപീഠം പണിത് ദൈവത്തെ और ആരാധിച്ചു. हम देखते हैं कि अब्राहम को जब उस देश के अंदर से प्रभु ने बुलाहट के साथ में निकाला, जिन जिन स्थानों में अब्राहम ने कदम रखा उन सारे स्थानों में परमेश्वर की आराधना के लिए उसने वेदी को निर्मित किया. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. और अब्राहम और आगे सफर करता रहा, जहां जहां जा रहा है वहां पे आराधना की वेदी बना रहा है. നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, ദൈവം നമ്മളെയൊക്കെ ഈ പട്ടണത്തിലൊക്കെ അയച്ചു, ദൂരെ നിന്നൊക്കെ അയച്ചെങ്കിൽ ഒരുപക്ഷെ ജീവന മാർഗത്തിന് വേണ്ടി ജോലിക്കൊക്കെ അയച്ചെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല. ദൈവമക്കളെ ദൈവം അയക്കുന്നിടത്ത് സകല ജഡത്തിനും ദൈവം ആഹാരം കൊടുക്കുന്നെങ്കിൽ അതിനല്ല ദൈവം നമ്മളെ അയക്കുന്നത്. ജീവനുള്ള സത്യദൈവത്തെ ദേശങ്ങളിൽ വെളിപ്പെടുത്താനാണ് നമ്മെ അയക്കുന്നത്. और प्रियो, मुझे और आपको समझना है, आप कहते हो कि हम नौकरी के लिए यहाँ पर आए, गांव से शहर में आए या एक शहर से दूसरे शहर में गए. प्रियो, परमेश्वर सभी को भोजन तो वैसे ही प्रदान करता है, तो एक जीविका के निर्वहन के लिए मात्र परमेश्वर आपको यहाँ पर नहीं लाया है. परमेश्वर आपको यहाँ पर इसलिए लाया है कि आप इन स्थानों में रहकर परमेश्वर की महिमा कर सको. യാഗപീഠം പണിത് ദൈവത്തെ യഹോവയായ ദൈവത്തെ അബ്രഹാം ആരാധിച്ചപ്പോഴാണ് ആ ദേശങ്ങളിലുള്ളവരൊക്കെ ആദ്യമായിട്ട് യഹോവയായ ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നതും കാണുന്നതും. और जब अब्राहम ने वहां पर जहां जहां वो गया प्रभु की आराधना करना आरंभ किया, उस देश के निवासियों ने पहली बार जाना कि ऐसे भी आराधना की जाती है. ഒന്നാമത്തെ വലിയ മിഷണറിയാണ് അബ്രഹാം. अब्राहम पहला मिशनरी है वचन में. അവൻ എവിടെ പോയെങ്കിലും സത്യ സർവശക്തനായ ദൈവത്തെ വെളിപ്പെടുത്തി. वो जहां जहां गया वहां पे सामर्थ्य परमेश्वर को उसने प्रकट किया. മിഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സർവശക്തനായ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. और मिशन का अर्थ क्या है? आप जहां जाते हैं वहां पर आपके द्वारा परमेश्वर की पहचान आप स्थापित कर पाते हैं. അവന്റെ വീട്ടിൽ ഈ ആരാധന കണ്ടുകൊണ്ട് അവന്റെ സഹോദരപുത്രനായ ലോത്ത് അവിടെ വസിച്ചിരുന്നു. और उसके घर की आराधना को देखता हुआ उसका भाई का बेटा लूत भी उसके साथ में था. പക്ഷേ അവൻ യോർദാൻ അരികെയുള്ള പ്രദേശം നീരോട്ടമുള്ളത് കണ്ടിട്ട് അത് തെരഞ്ഞെടുത്ത് അവൻ അബ്രഹാമിനെ പിരിഞ്ഞ് വേറൊരു സ്ഥലത്തോട്ട് പോയി. लेकिन हम देखते हैं कि लूत ने जीवन में चुनाव किया हरियाली वाले स्थानों का, और अब्राहम को छोड़कर वो चला गया. അവിടെ ചെന്ന് അവൻ കഠിനാധ്വാനമൊക്കെ ചെയ്ത് സമ്പത്ത് വർദ്ധിപ്പിച്ച് വലിയൊരു ധനവാനായി. और वहां पर जाकर उसने मेहनत किया, धन अर्जित किया, बड़ा धनवान व्यक्ति जरूर बन गया. എന്നാൽ ഒരു ദിവസം അബ്രഹാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്നോടൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ സോദോമിനെയും ഗോമോറയും നശിപ്പിക്കാൻ പോവുകയാന്ന് പറഞ്ഞു. लेकिन अब्राहम एक दिन प्रार्थना कर रहा था, यहोवा परमेश्वर ने अब्राहम से कहा, अब्राहम मैं सदोम गमोरा को नाश करने जा रहा हूं. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ സോദോമിനെയും ഗോമോറയും നശിപ്പിക്കുന്നത് അബ്രഹാമിനോട് ദൈവം എന്താ പറയാറുന്നത്? और मैं सोचता हूं कि अब्राहम को प्रभु ने क्यों बोला है? കാരണം അതേ ദേശത്ത് വരുന്ന കലാമിറ്റിയെ കുറിച്ച് ഇന്റർസെഷൻ ചെയ്യുന്നവരോട് ദൈവം അറിയിക്കും. और प्रियो, यदि आप मध्यस्थता की सेवकाई करते हैं, आने वाली विपत्तियों के बारे में परमेश्वर अपने मध्यस्थों को पहले से जानकारी देता है. ദൈവമക്കളെല്ലാം മറന്നു പോകരുത്. നമ്മൾ ഈ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ, മധ്യസ്ഥത ചെയ്യുവാൻ, ഇന്റർസീഡ് ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. और प्रियो, मैं और आप बुलाए गए हैं. इन सारे हजारों और आसपास में रहने वाले लोग जो आज प्रभु को नहीं जानते, उनकी जिंदगी में प्रभु से मुलाकात हो जाए, उस दर्शन के साथ में, उस बोझ के साथ में आंसू बहाकर प्रार्थना करने के लिए मुझे और आपको बुलाया गया. ബൈബിൾ പറയുന്നത്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ അതിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരുവനെ അന്വേഷിക്കുന്നു, ആരെയും കണ്ടില്ല താനും, ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകരും. और वचन में हम देखते हैं कि परमेश्वर कहता है कि मैं देश को नाश करने के लिए मैं उठ खड़ा हुआ, लेकिन मैंने ढूंढा कि कोई है क्या जो बाड़े में खड़ा हो सके और प्रार्थना कर सके, लेकिन कोई नहीं मिला, इसलिए मेरा क्रोध भड़क उठा. God is looking for one who will sit in the gap and will intercede for the place. और प्रिय परमेश्वर उस एक व्यक्ति को भीड़ में से ढूंढ रहा है जो कहेगा, प्रभु मैं प्रार्थना करने को तैयार हूं, मैं मध्यस्थता करने को तैयार हूं, मैं नाके में खड़े रहने को तैयार हूं. प्रभु उसे ढूंढ रहा है. അബ്രഹാം തിരിച്ച് യഹോവയായ ദൈവത്തോട് പ്രകാരം പറഞ്ഞു, और अब्राहम ने यहोवा परमेश्वर से कहा, കർത്താവേ, അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ ദേശത്തെ നശിപ്പിക്കും. प्रभु वहां पे 50 धर्मी लोग हो तो आप उस देश को नाश मत करना. ദൈവം പറഞ്ഞില്ല. प्रभु उनका नहीं. അവന്റെ സഹോദരന്റെ പുത്രൻ ലോത്ത് അവിടെ ഉണ്ടെന്ന് അവൻ അറിയാം. अब्राहम को मालूम है कि लूत वहां पर है, അവനെ ഓർത്തുകൂടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. और वो लूत के लिए भी मध्यस्थता कर रहा है. അവൻ ദൈവം പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. प्रभु उनका नहीं. അന്നേരം അവൻ ചോദിച്ചു, 45 പേരുണ്ട് നശിപ്പിക്കും. उसने कहा 45 हो तो तू नाश करेगा क्या? ദൈവം പറഞ്ഞില്ല. प्रभु उनका नहीं. പിന്നെ അവൻ ചോദിച്ചു 40 ഉണ്ട് നശിപ്പിക്കും. उसने कहा 40 हो तो. ദൈവം പറഞ്ഞില്ല. प्रभु उनका नहीं. പിന്നെ അവൻ ചോദിച്ചു 30 ഉണ്ട് നശിപ്പിക്കുമോ? 30 तक पहुंचा वो. ദൈവം പറഞ്ഞില്ല. प्रभु उनका नहीं, मैं नाश नहीं പിന്നെ करूंगा. അബ്രഹാം ചോദിച്ചു, കർത്താവേ, 20 നീതിമാന്മാർ ആ ദേശത്തുണ്ട്, നീ അതിനെ നശിപ്പിക്കും. और अब्राहम ने पूछा, प्रभु अगर 20 धर्मी लोग हो तो भी क्या तू उस देश को नाश करेगा? ദൈവം പറഞ്ഞില്ല. प्रभु उनका नहीं. പിന്നെ അവൻ ചോദിച്ചു 10 നീതിമാന്മാരുണ്ട്, നീ നശിപ്പിക്കും. फिर उसने पूछा कि प्रभु 10 लोग भी है तो तू नाश नहीं करेगा? ദൈവം പറഞ്ഞില്ല. പിന്നെ അവർ തമ്മിൽ അങ്ങ് പിരിഞ്ഞു. और प्रभु ने कहा
विवाह नहीं करूंगा, लेकिन उसके आगे अब्राहम नहीं हुआ। ഇതിനാണ് ഇന്റർസെഷണറി പ്രയർ എന്ന് और പറയുന്നത്. वह है मध्यस्थता की प्रार्थना। ദൈവത്തിന്റെ ഇഷ്ടം അതാണ്. प्रभु की इच्छा वह है। നിങ്ങളെല്ലാവരും നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവത്തിന് വലിയ സന്തോഷമാണ്. आप यदि अन्य लोग जो प्रभु को नहीं जानते हैं, उनके मन फिराव के लिए, उनके जीवन परिवर्तन के लिए यदि आप प्रार्थना करोगे, परमेश्वर उसे पसंद करता है। കാരണം ബൈബിൾ പറയുന്ന ആരും നശിച്ചു പോകാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. क्योंकि वचन कहता है कि प्रभु नहीं चाहता कि कोई भी नाश होवे। അവർ പിരിഞ്ഞെങ്കിലും ദൈവം ഈ അബ്രഹാമിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. और अब्राहम की प्रार्थना को प्रभु ने मान लिया। ലോത്തിനെയും കുടുംബത്തെ രക്ഷിക്കാൻ രണ്ട് ദൂതന്മാരെ അങ്ങോട്ട് लूत അയച്ചു. और उसके परिवार को वहां से बाहर निकालने के लिए 2 दूतों को भेजा। ഒരു സന്ധ്യാസമയത്ത് രണ്ട് ദൂതന്മാർ സോദോമിൽ ചെന്നു. सदोम में शाम के समय में वो दूत आए। അവിടെ ചെന്നപ്പം ലോത്ത് എവിടെ ഇരിക്കുകയാണ്? लूत कहां बैठा है? സന്ധ്യാസമയത്ത് പട്ടണവാതിക്കൽ ഇരിക്കുക. शाम के समय नगर के फाटक पर बैठा है। ഇപ്പൊ ഇവൻ വലിയ പണക്കാരനാണ് അവിടെ. वो बड़ा धनाढ़ी व्यक्ति है എല്ലാറ്റിന്റെയും പ്രധാന പ്രസിഡന്റ് ആണ് ഇവൻ. और सबका मुख्य व्यक्ति वो बन गया। അതുകൊണ്ട് സന്ധ്യാസമയത്ത് അവന് വീട്ടിൽ ഇരിക്കാൻ അവന് നേരമില്ല. शाम को घर में बैठने का समय नहीं है എല്ലാം ഉദ്ഘാടനം ചെയ്യാനൊക്കെ അവനെയാ വിളിക്കുന്നത്. और सब बातों का उद्घाटन करने के लिए उसे बुलाते होंगे। അവൻ സന്ധ്യാസമയത്ത് വീട്ടിൽ ഇരിക്കേണ്ട സമയത്ത് അവൻ പട്ടണവാതിക്കൽ शाम को घर में बैठने के जगह में नगर के द्वार पे बैठा है। ഇവൻ അബ്രഹാമിന്റെ വീട്ടിൽ കണ്ടു വളർന്ന അനുസരിച്ചാണെങ്കിൽ ഇവൻ എവിടെ ഇരിക്കേണ്ടതാണ്? अब्राहम के घर की परंपराओं को अगर इसने अपनाया होता तो शाम के समय उसे कहां रहना था? ഇവൻ സന്ധ്യാസമയത്ത് തന്റെ രണ്ട് പെൺമക്കളെയും വിളിച്ച് കുടുംബ പ്രാർത്ഥനയും ആരാധനയും ചെയ്യേണ്ട സമയത്താണ് ഇവൻ സന്ധ്യാസമയത്ത് പട്ടണവാതിക്കൽ ഇരിക്കുന്നത്. होना चाहिए था कि वो अपने परिवार में अपने बेटियों के साथ में प्रार्थना में बैठता, लेकिन लूत प्रार्थना में नहीं था। लूत नगर के फाटक पर बैठा हुआ था। അതുകൊണ്ട് ലോത്തിന്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു. लूत के जीवन में क्या हुआ? അവനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് നൊന്തു വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. और हम देखते हैं कि वो प्रभु की दृष्टि में भटक गया था, दूर चला गया ऐसा व्यक्ति। അവന് ശപിക്കപ്പെട്ട സന്തതികൾ ഉണ്ടായി. श्रापित संतानों को उसने जन्म दिया। അവൻ ആക്ച്വലി നീതിമാനായിരുന്നു. वो धर्मी था, നൊന്തു വലഞ്ഞുപോയി. लेकिन वो भटक गया। എന്താ കാര്യം? कारण क्या है? ആരാധന വീട്ടിൽ നഷ്ടപ്പെട്ടു. घर में आराधना नहीं थी അവന്റെ പെൺപിള്ളേർ അവരവരുടെ ഭർത്താക്കന്മാരെ സ്വന്തമായി തിരഞ്ഞെടുത്തു. और उनकी बेटियों ने अपने अपने पति को चुन लिया। അവരെല്ലാം അവരവരുടെ വഴിയെ अपने പോവുകയാണ്. अपने तरीकों से जीवन यापन किया। ഇന്നത്തെ ഡെവലപ്ഡ് കൺട്രികളുടെ ഒക്കെ ഒരു സ്വഭാവമാണത്. और आज के जो विकसित देशों का आदत जैसा हो गया। സന്ധ്യാസമയത്ത് പിള്ളേരെ ഒന്നും വീട്ടിൽ ആരാധനയ്ക്ക് കിട്ടത്തില്ല. घर में बच्चे नहीं शाम के समय में, അതുകൊണ്ട് അവന്റെ തലമുറകൾ ശപിക്കപ്പെട്ടു പോയി. और पीढ़ियां श्रापित हो गई। മോവാബ്യരും അമോന്യരും ഒന്നും ശപിക്കപ്പെട്ടവരായി നമ്മൾ കാണുന്നു. मोआबी और अम्मोनी नामक श्रापित संततियां उत्पन्न हुई। എന്താ കാര്യം? വീട്ടിൽ ആരാധന നഷ്ടപ്പെട്ടു. कारण क्या? घर में आराधना नहीं थी। നോക്കുക, നമ്മുടെ വീട്ടിൽ ആരാധന നഷ്ടപ്പെട്ട തലമുറകൾ തെറ്റിപ്പോകും. प्रियो, हमारे घर में अगर आराधना नहीं होगी, हमारी पीढ़ियां विनाश की ओर चली जाएगी। ഈ സാർവത്രിക ക്രിസ്തു സഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഫാമിലിയാണ്. और देखिए, जो विश्वव्यापी कलीसिया का सबसे छोटा यूनिट रचना वो परिवार है। അവിടുത്തെ പാസ്റ്ററാണ് വീട്ടുനാഥൻ. और उस परिवार रूपी कलीसिया का पास्टर है घर का मुखिया। അവിടെ ആരാധന ഉയർന്നെങ്കിലേ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. यदि परिवार में आराधना उठेगी तभी आशीष मिलेगी, അവിടെ അല്ലെങ്കിൽ തലമുറകൾ തെറ്റിപ്പോകും. नहीं तो बच्चे बिगड़ जाएंगे। ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, ദൈവമക്കളെ, നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ആരാധന മുടങ്ങാതിരിക്കട്ടെ. आज मैं आपसे कहना चाहूंगा, आपके परिवारों में पारिवारिक प्रार्थना की वेदी से आग उठने पाए। Abraham built an altar and worshipped God. अब्राहम ने वेदी को बना के प्रभु की आराधना की। ലോത്തിന് ആരാധന നഷ്ടപ്പെട്ടപ്പോൾ അബ്രഹാമിനെ നോക്ക്, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും നിൽക്കുക. और लूत आराधना से दूर चला गया, लेकिन अब्राहम आराधना में बना रहा। ഭൗതിക വീക്ഷണത്താൽ ലോത്ത് യോർദാൻ അരികുള്ള പ്രദേശം തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പോയപ്പോൾ അതേ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ തലപൊക്കി നോക്ക്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്ക്, നീ കാണുന്ന ദേശമൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. और लूत ने दिखने वाली हरियाली को चुन लिया, लेकिन अब्राहम के जीवन में प्रभु ने कहा, अब्राहम, तो अपनी आंखें उठा कर देख, पूरा पश्चिम उत्तर दक्षिण जितना तू देख सकता उतना देख ले, तेरे पीढ़ियों के लिए एक विरासत के रूप में मैं इसे देने जा रहा हूं। പ്രിയ ദൈവമക്കളെ, പണം ഉണ്ടാക്കാൻ, സമ്പത്ത് ഉണ്ടാക്കാൻ നമ്മൾ കിടന്ന് അധ്വാനിക്കേണ്ട. ബൈബിൾ പറയുന്നത് ദൈവത്തെ അറിയേണ്ടവണോ അറിഞ്ഞ് ആരാധിച്ചാൽ മതി. और प्रियो, धन इकट्ठा करने के लिए आपको अधिक मेहनत करने की जरूरत नहीं। वचन कह रहा, परमेश्वर के साथ में एक करीबी रिश्ता आप स्थापित कर दीजिए, बाकी बातों का प्रबंध प्रभु करेगा। ഇവിടെ ഇതാ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ദാസനായ അബ്രഹാമിനോട് ദൈവം അവൻ നോക്കി അവകാശമാക്കി, ദേശം മുഴുവനും നോക്കി അവനും അവന്റെ സന്തതിക്കും വേണ്ടി അവകാശമായിട്ട് എടുത്തു. और देखिए, अब्राहम से क्या कहा प्रभु ने? तू देख और देख कर इन बातों को तू अपने हक में ले ले। അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, इसलिए भजनकार भजन में हम देखते हैं, അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും
വ്യർത്ഥമത്രേ, തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. और देखिए भजन में हम इस प्रकार से बातें, अति भोर को उठना, रात्रि को देर से सोना और परिश्रम करना, ये सब व्यर्थ है, क्योंकि परमेश्वर अपने प्रियो को नींद में यूं ही वो इन बातों को दान में दे देता है. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, मुझे सुनने वाले प्रियो मैं आपसे कहना चाहूँ, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വ്യക്തി ജീവിതത്തില്, നമ്മുടെ സഭാ ജീവിതത്തില് ആരാധന കുറയ്ക്കരുത്. हमारे परिवार में, हमारे व्यक्तिगत जीवन में, कलीसिया में, आराधना में हम पीछे न जाएं. ലോത്തിന്റെ ജീവിതം വളരെ ദാരുണമായ ഒരു അവസ്ഥയാണ്. लूत का जीवन एक दुखांतिका बनकर रह गया. ആരാധന നഷ്ടപ്പെട്ടു. आराधना विलुप्त हो गई. അതെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളൊരു ദൈവത്തിന്റെ മന്ദിരമാകതുകൊണ്ട് എപ്പോഴും എവിടെ പോയാൽ ഈ ആരാധന ഉയർത്തിക്കൊണ്ടൊന്നിരുന്ന് നോക്ക്. നമ്മൾ ഇവിടെ സഭ പെരുകുന്നത് കാണുവാനിടയായി. और प्रियो, आप जहां जहां जाए, आप वहां पर प्रार्थना करते रहे, आराधना करते रहे, आप कलीसिया को बढ़ती को आप देख पाओगे. അബ്രഹാം മാത്രമല്ല, നോഹയും പെട്ടകത്തിൽ നിന്ന് ജലപ്രളയം കഴിഞ്ഞ് വെളി വന്നപ്പോൾ ആദ്യം ചെയ്തത് യാഗപീഠമാണ് ദൈവത്തെ और ആരാധിക്കുക. आप देखिए, नूह भी जब जल प्रलय के बाद में जहाज से बाहर निकला, पहला उसने वेदी बनाकर आराधना की. അവർ ശപിക്കപ്പെട്ട ഭൂമിയുടെ ശാപം മാറുവാൻ ആദ്യം ചെയ്ത ഒരു യാഗപീഠമാണ് ദൈവത്തെ ആരാധിക്കുക. और वह भूमि जो श्रापित हो चुकी थी, उस श्राप के बंधन को तोड़ने के लिए उसने आराधना को किया. അവനും അവന്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും മാത്രമേ ഭൂമിയിൽ ശേഷിക്കുന്നുള്ളായിരുന്നു. और नूह और उसका परिवार, उसकी पत्नी, 3 बेटियां और उनके पति, केवल इतने लोग वहां पर थे. വലിയ ദൗത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നാമത് ചെയ്തത് ഒരു യാഗപീഠമാണ് ദൈവത്തെ और ആരാധിക്കുക. नूह ने सबसे पहला कार्य क्या किया? जल प्रलय में जल से जहाज से बाहर निकलने के बाद वेदी बनाकर प्रभु की आराधना की. നമുക്കതൊരു പാഠമായിരിക്കണം. मेरे लिए, आपके लिए वो एक सीख बनने पाए. ആദിമസഭയും ദൈവത്തെ നിരന്തരം और ആരാധിച്ചുകൊണ്ടിരുന്നു. आरंभिक कलीसिया में निरंतर में प्रार्थना आराधना करते रहे, അതുകൊണ്ട് സഭ പെരുകുവാനിടയായി. और कलीसिया बढ़ती चली गई. അവസാനമായിട്ട് ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ വേഗത്തിൽ एक നിർത്താം. और बात बोलकर मैं बंद करूं. പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിൽ നടന്ന സഭ പെരുകിക്കൊണ്ടു. पवित्र आत्मा की शांति में चलने वाली कलीसिया बढ़ती चली Church गई. was multiplying by the guidance of the Holy Spirit. और पवित्र आत्मा की अगुवाई से कलीसिया बढ़ती चली गई. ഇന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ और സ്തുതിക്കുന്നു. आत्मा में आराधना करने वाले प्रियजनों के लिए मैं परमेश्वर को धन्यवाद देता हूं. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ വേഗത്തിൽ അഭിഷേകം പ്രാപിക്കണം. और पवित्र आत्मा का बपतिस्मा यदि आपने अभी तक नहीं पाया, आपको वो बपतिस्मा लेना है. പ്രിയ ദൈവമക്കളെ, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് കാഴ്ചയാൽ നടക്കാനല്ല, വിശ്വാസത്താൽ നടക്കാൻ. और प्रिय, मुझे और आपको बुलाया गया है देखकर चलने के लिए नहीं, लेकिन विश्वास के द्वारा कदमों को रखने के പ്രിയ लिए. ദൈവമക്കളെ, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ജഡത്തിൽ നടക്കാനല്ല, ആത്മാവിൽ നടക്കാനാണ്. और प्रिय, शरीर के अनुसार चलने के लिए नहीं, लेकिन आत्मा में चलने के लिए हम बुलाए गए हैं. പ്രിയ ദൈവമക്കളെ, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് സാധാരണ മണ്ഡലത്തിൽ നടക്കാനല്ല, അസാധാരണ മണ്ഡലത്തിൽ. അല്ലെങ്കിൽ we are not called to walk not in natural realm but in a supernatural realm. और प्रिय, परमेश्वर ने हमें स्वाभाविक रीति से चलने के लिए नहीं, लेकिन एक अलौकिक स्तर पर चलने के लिए बुलाया. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഭൂമിയിൽ ഇവിടെ നടക്കുന്നെങ്കിലും നമ്മൾ ഓർത്തോണം, നമ്മൾ ഇവിടുത്തുകാരല്ല, വരുവാനുള്ള ലോകത്തിന് വേണ്ടിയുള്ളവരാണെന്നുള്ള ബോധത്തോടുകൂടി और നടക്കുക. प्रिय, कहने का तात्पर्य हम संसार में चलते फिरते हैं, लेकिन हमें मालूम है हम यहाँ के निवासी नहीं है, लेकिन हम उस स्वर्ग देश के निवासी है, और उस अधिकार के साथ में हम यहाँ पर जीवन यापन कर रहे നമ്മുടെ हैं. ഇവിടുത്തെ ജീവിതം വേഗത്തിൽ അവസാനിക്കാൻ പോകുകയാണ്. और यहाँ का जीवन हमारा समाप्त हो जाएगा. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. प्रभु यीशु मसीह का द्वितीय आगमन निकट है. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നാം ആരാധിച്ചാൽ വേഗത്തിൽ കാഹള ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് രൂപാന്തരം पवित्र आत्मा की सामर्थ्य से भर कर यदि हम आराधना करते हैं, जब तुरही की आवाज होगी, हम उसके साथ उठा लिए जाएंगे. ബൈബിൾ ഇങ്ങനെ പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ और वचन में लिखा है कि जब पवित्र आत्मा तुम पर आएगा, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ तुम सामर्थ സാക്ഷികളാകും. पाओगे और मेरे गवाह ठहरोगे. യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. यरूशलेम में, यहूदिया में, समरिया में, जगत के अंत तक तुम मेरे गवाह ठहरोगे. ഒരുവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ദൈവം അവനെ എവിടെല്ലാം ഉപയോഗിക്കുമെന്ന് നമുക്ക് നിശ്ചയിക്കാം. आप देखिए, एक व्यक्ति यदि पवित्र आत्मा की सामर्थ्य से भर जाए, तो परमेश्वर से कहां कहां ले जाकर खड़ा कर देगा. ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. आइए अपनी आंखों को बंद कर मिलकर प्रार्थना करें. പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിൽ നടന്നാൽ സഭ പെരുകുവാനിടയായി. पवित्र आत्मा की सलाह में, पवित्र आत्मा की शांति में यदि कलीसिया बढ़ेगी तो वो बढ़ती चली നമുക്ക് जाएगी. തന്നിരിക്കുന്ന പ്രാർത്ഥന ലാംഗ്വേജിൽ ആത്മാവിൽ നിറഞ്ഞ ഒരു നിമിഷം എല്ലാവർക്കും ഒന്ന് और मैं പ്രാർത്ഥിക്കാം. चाहूंगा सभी लोग अपनी आंखों को बंद करें और प्रार्थना करना आरंभ करें. ऊंची आवाज में आत्मा में प्रार्थना करना അതത് आरंभ करें. സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം നമുക്ക്. अपने स्थानों में हम खड़े हो ഓ जाएं. ഹല്ലേലൂയ सभी लोग अपने स्थानों में ഹല്ലേലൂയ खड़े हो जाएं. मिलकर ഓരബാലനബ ശന്ദരബാലനബ Thank you, Jesus. വിബാലബാലനബ ശന്ദരബാലനബ Hallelujah. വിബാലബാലനബ ശൈഡാനബ കംബാലബാലനബ Hallelujah. വിബാലബാലനബ ശൈഡാനബാലനബ ഉരബാലനബ റിഖംബാലബാലനബ ശന്ദരബാലനബ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. सभी लोग प्रार्थना करें. सभी लोग प्रार्थना करें. ദൈവമേ, പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. कहिए, प्रभु पवित्र आत्मा से हमें भर दीजिए. പരിശുദ്ധാത്മാവിൽ पवित्र आत्मा
प्रार्थना समय भर दीजिए। पवित्र आत्मा समय भर दीजिए। मिलकर प्रार्थना करें। കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. परमेश्वर पिता, प्रिय लोगों के लिए हम प्रार्थना करते हैं। ഈ ദേശത്ത് കർത്താവ് ഇങ്ങനെ ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം. प्रभु जी, इस जगह में आपने इस प्रकार से लोगों को खड़ा किया, उसके लिए धन्यवाद। അങ്ങയുടെ ദാസന്മാരെ ഇവിടെ അയച്ചതുകൊണ്ട് आपके दासों को यहाँ भेजा, उसके लिए धन्यवाद। ഓ, അങ്ങയുടെ വേല ഈ പ്രദേശത്ത് ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. आपका कार्य आप यहाँ पर कर रहे हो, उसके लिए धन्यवाद। ഈ ജനത്തിനായി സ്തോത്രം. लोगों के लिए हम प्रार्थना करते हैं। ദൈവമേ, ഈ ജനമെല്ലാം ആത്മീയമായി വർധന പ്രാപിപ്പാൻ സഹായിക്കണം. प्रभु जी, आप में बढ़ने पाए, ആരാധനയിൽ ഉച്ചരിപ്പാൻ സഹായിക്കണം. आराधना में बढ़ने के लिए आप इनकी सहायता कीजिए। പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധിപ്പാൻ पवित्र आत्मा के भराव में आगे बढ़ने के लिए ആദിമസഭയെ പോലെ ഈ ദേശം, ഈ ജില്ല മുഴുവനും കർത്താവിനെ അറിയുവാനിട വരട്ടെ. आरंभिक कलीसिया के समान ये जिला आपको पहचानने पाए। അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണമേ. आशीष के साथ में हमें നൽകി भेजिए। തന്ന വചനത്തിനായി സ്തോത്രം. आपने जो वचन दिया उसके लिए धन्यवाद। പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. प्रार्थना सुन ली, उसके लिए धन्यवाद। യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. यीशु के नाम में मांगते हैं। ആമേൻ. ഗോഡ് ബ്ലസ് യു. आमीन। तले बजा